ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. നമ്മൾ പിന്നെ വന്നേക്കണം ഗൈസ് ഒരു പുതിയ ഗെയിമായിട്ട്. ഗെയിമിൻ്റെ പേര് മെറ്റൽ എന്നാണ് ഗൈസ്. ഫുള്ള് പറയുകയാണെങ്കിൽ മെറ്റൽ ഹൊറർ ഗെയിം എന്നാണ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഈ ഗെയിം ഞാൻ ഇതിന് മുന്നേ പ്രാക്ടീസ് കളിച്ച് നോക്കിയിരിക്കണം. കുറച്ച് മനസ്സിലായാൽ വലിയ കുറേ പസിൽസ് ഉണ്ടാക്കി സോൾവ് ചെയ്യണം. നമ്മളൊരു കിഡ്നാപ്പർ പിടിച്ച് വെച്ചിരിക്കുകയാണ് ഗൈസ്. ആ കിഡ്നാപ്പറിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. കിഡ്നാപ്പർ വെറും സീനാണ്. നമ്മളെന്തെങ്കിലും ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം വരും. വന്നിട്ട് 25 സെക്കൻഡിനുള്ളിൽ എല്ലാം പഴയ പോലെ ആക്കണം. ആക്കിയില്ലെങ്കിൽ നമ്മളെ തൂക്കും. ഒരു വ്യത്യാസം പോലും ഉണ്ടാവരുത്. അയാൾ വെച്ച പോലെ തന്നെ എല്ലാ സാധനങ്ങളും വെക്കണം. അതാണ് ഈ ഒരു ഗെയിമിൽ ഞാൻ കളിച്ചപ്പോൾ മനസ്സിലായത്. അപ്പോൾ നല്ല പണിയാണ്, കുഴപ്പമില്ല. എന്നാലും നമുക്ക് കളിക്കാൻ എന്ത് വരെ എത്തുമെന്ന് നോക്കാം. എന്തായാലും നമുക്ക് ഇതിൽ ഫസ്റ്റത്തെ എസ്കേപ്പാണ്. കണ്ട, ഇതിൽ 4 എസ്കേപ്പ് ഉണ്ട്. അലൻ്റെയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. പിന്നെ മെറ്റൽ 2 വരാൻ പോകുന്നുണ്ട്. അതിന് മുന്നേ മെറ്റൽ 1 തന്നെ കേൾക്കട്ടെ ഗൈസ്. അപ്പോൾ അലൻ്റെ കളിച്ച് നോക്കാം. ഇപ്പം എന്തൊക്കെ കഥയൊക്കെ പറയുന്നുണ്ട്. കേബൻ്റെ കഥ കുറേ ഉണ്ട്, നമുക്കത് കേൾക്കാൻ നിൽക്കണ്ട. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ വെക്കാം. വരുന്നില്ലല്ലോ. സൗണ്ട് കൂട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ എവിടെയെങ്കിലും ലോക്ക് പീക്ക് ഉണ്ടാവും. ഈ കേജിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടണം ഗൈസ്. കണ്ടാ, ലോക്ക് പീക്ക് ഇവിടെ ഉണ്ട്, എടുക്കാം. അവന് ഇവിടുന്ന് രക്ഷപ്പെടണം എന്നാണ് പറയണത്. നമുക്ക് എന്തായാലും രക്ഷപ്പെടുകയില്ല, നോക്കാം. ഇതെന്താ? നൈറ്റ് മോർണിംഗ് ഡേ ഈവനിങ്. നൈറ്റ് മോർണിംഗ് ഡേ ഈവനിങ്. ഇന്നപ്പോൾ 23-25 സെൽഷ്യസ്. അതെന്താണെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും കോഡ് എന്തെങ്കിലുമാണോ ഗൈസ്? പിന്നെ നമ്മൾ പ്രാക്ടീസ് കളിച്ചപ്പോൾ ഈ നമ്പേഴ്സ് ശ്രദ്ധിച്ചു. ഇവിടെ 4, പിന്നെ ഇവിടെ 5, ഇവിടെ 0, ഇവിടെ 2. ഈ നമ്പർ ശ്രദ്ധിച്ചേന്ന്. ഈ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കാനുള്ളതാണ് തോന്നുന്നു. കാരണം ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ലയെന്ന് അറിയണത്. ഇവിടെ ഈ മീറ്ററിൽ നോക്കിയ ഇലക്ട്രിസിറ്റി ഉണ്ട്. പക്ഷേ ഈ പാനൽ ഈ ഒരു ബോർഡ് വർക്കാവണില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഇത് കണ്ട, ഈ മുറിഞ്ഞ് എടുക്കണത് ഇത് കഴിഞ്ഞ കളി കളിച്ചപ്പോഴാണ് മനസ്സിലായത്. പ്രാക്ടീസ് കളിച്ചപ്പോൾ ഇവിടെ നമുക്ക് എന്തോ ഒട്ടിക്കാനുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ടേപ്പ് എന്തെങ്കിലും വേണ്ടി, ടേപ്പോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒട്ടിക്കാനുള്ളതാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഇതിലൊരു കീ ഉണ്ട്. My name is Max. When I was attacked last night and today woke up airy room. Some psycho close me. ഓക്കെ, ഇവന് എന്തൊക്കെ പറയുന്നുണ്ട്. ഇവനൊരു സൈക്കോ ക്ലോസ് ചെയ്തെന്നാണ് പറയുന്നത് ഈ കേജിൽ വെച്ചിട്ട്. എന്തൊക്കെ പറയണ്ട, നമുക്ക് വായിക്കാൻ നേരമില്ല. പാസ്വേഡ് അടിയിലൊക്കെ ഗ്യാസ്. പാസ്വേഡ് ഈസ് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത്. ഗൈസ് മനസ്സിലായോ? അതായത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നോർത്ത് ഏതൊക്കെയായിരുന്നു മറന്നുപോയി, സോറി. ഓക്കെ, ഒന്നുകൂടി നോക്കാം. നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത്. ഓക്കെ, ഒക്കെ പഴയ പോലെ ഇടണം. നോർത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി വരുമ്പോൾ 0, നോർത്ത് വെസ്റ്റ് പറയുമ്പോൾ 2, നോർത്ത് വെസ്റ്റ് ഈസ്റ്റ്, പിന്നെ സൗത്ത്. അതായത് 0 ഇവിടെ കണ്ടോ, 0 2 5 4 കണ്ട, 5 4. ഇവിടെ പിന്നെ ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സ് തുറക്കണമെങ്കിൽ ഈ കീ തന്നെ ഇക്കാരം ഇതിൻ്റെ ഉള്ളിലുള്ള, അല്ലെങ്കിൽ വേറെ ഇതിൽ കീ ഇക്കാരം. നമുക്കത് എടുക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഒന്നുമില്ല ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഇവിടെ കിട്ടിയിട്ടൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഉണ്ടോക്കാം. ഇതൊക്കെ പഴയ പോലെ ഇട്ടേക്കാം. ഓ ഗൈസ്, ഹാമർ കിട്ടി. ഈ ഹാമർ വെച്ചിട്ട് നമുക്കിത് തുറക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. ഇവിടെ ഡോർ വിത്ത് ഇലക്ട്രിക് ലോക്ക്. ഗായ്സ്, എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇത് വെച്ച്, ഓ മൈ ഗോഡ് ഗായ്സ്, പ്രശ്നം എന്താ വെച്ചാൽ ഈ 25 സെക്കൻഡ് കണ്ടില്ല നിങ്ങൾ മുകളിലെ അവൻ വരുന്നതാണ്. അവൻ വരുന്ന സെക്കൻഡാണ് അത്. അതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒക്കെ പഴയ പോലെ ആകണം. ഒക്കെ പഴയ പോലെ അല്ലേ? അയ്യോ. ഓക്കെ അവൻ എന്തൊക്കെയാ അറിയുന്നുണ്ട്. അവൻ നമ്മളെ നോട്ടീസ് ചെയ്യാതിരിക്കുക, ഈ കേജിൻ്റെ ഉള്ളിൽ ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നമില്ല ചേട്ടാ, പോയിക്കോളൂ.
Something's wrong. അണ്ണൻ ആകെ കലിപ്പാണ് ഗൈസ്. Goddamn imagination. ഇത് പറയാനായിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, പോയിക്കോളൂ. അവൻ്റെ ഒരു ഇമാജിനേഷൻ. ഇവിടെ ഉള്ള ഈ കാര്യം കണാ തുറന്ന്. ഓ ഗൈസ് ടേപ്പ് ഇട്ടി. ഇവിടെ തന്നെ ഈ കാര്യം ടാപ്പ് ഒട്ടിക്കുണ്ടാവുക. ഓക്കെ ഗൈസ്, നിങ്ങളിത് ഞാൻ ഇത് യൂട്യൂബിൽ നോക്കിയിട്ടൊന്നുമില്ല, അയച്ചിട്ട് നോക്കണ്ട. യൂട്യൂബിലൊന്നും നമ്മൾ നോക്കിയിട്ടില്ല, അത് വേറെ കാര്യം. ഇവിടെ എന്ത് ചെയ്യുന്നു ഗൈസ്? 0 0 2 5 4 അല്ലേ ഗൈസ്? ലെറ്റ്സ് ഗോ. ഞാൻ പറഞ്ഞില്ല അത് നോർത്ത് വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് ചെയ്യുന്നല്ലോ, അതായത് 0 2 5 4. ഓക്കെ, ഓപ്പൺ ചെയ്യാം. ഡോറെല്ലാം ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇത് ഓഫാക്കി ഇട്ടേക്കാം ഗൈസ്, അല്ലെങ്കിൽ സീനാണ്. ഇവിടെ ഇപ്പോൾ തുറന്നിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഗൈസ്? ഒന്നുമില്ല. ഈ ഷട്ടറിൽ എന്തെങ്കിലും ഗൈസ്? ലിവർ കിട്ടി. ലിവർ വെച്ചിട്ട് എന്താ ഉപകാരം? ഒരു മിനിറ്റ്, ബോൾട്ട് കാണിക്കണം ഗൈസ്. ഇവിടെ എന്താ? ചെയിന്. ഇതെന്താ ഗൈസ്? നെയിൽ പുള്ളറോ? നെയിൽ പുള്ളർ. ഓക്കെ, ഇതൊക്കെ കുറേ സാധനം കിട്ടി ഗൈസ്. ഇതെന്തോ മെറ്റൽസോ, പിന്നെ ലിവർ, നെയിൽ പുള്ളർ ഗൈസ്. ഒക്കെ തോന്നി നെയിൽ വെച്ചിട്ട് നടക്കൂലല്ലേ. പിന്നെ അടിയിലൊരു ചെയിൻ ഉണ്ട്. ഈ ചെയിനിന് ചിലപ്പോൾ എന്തെങ്കിലും കട്ടർ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. ഇവിടെ എന്തെങ്കിലും തുറക്കാണ്ടില്ല ഗൈസ്. സ്ക്രൂ ആണ്, അതായത് അപ്പോൾ സ്ക്രൂ ഡ്രൈവർ ആവശ്യം ഉണ്ടാവും. സ്ക്രൂ ആകുമ്പോൾ ലിവർ വെച്ചിട്ട് എന്താ ഗൈസ് ഇവിടെ എവിടെയെങ്കിലും യൂസ് ചെയ്യണ്ടോ ഗൈസ്? ഇതിന് ഇവിടെ ഫ്രഞ്ച് ഉണ്ട് കേട്ടോ. ഫ്രഞ്ച് ആവശ്യമില്ലല്ലോ ഗൈസ്. ഈ കോഡ് അടിച്ചപ്പോഴാണ് ഈ വാതിൽ തുറന്നത്, കണ്ടോ? പിന്നെ ഈ റോപ്പ് ഇത് വലിക്കാൻ പറ്റും, പക്ഷെ ഇത് വലിച്ചിട്ട് കഴിഞ്ഞാൽ സീനാണ്. കാരണം ഇത് വലിച്ചു കഴിഞ്ഞാൽ അവിടുത്തേത് പിന്നെ തിരിച്ച് വെക്കാൻ പറ്റൂല ഗൈസ്. അത് ഞാൻ കളിച്ചപ്പോൾ മനസ്സിലായി, പ്രാക്ടീസ് കളിച്ചപ്പോൾ. ലിവർ ഇത് ഇവിടെ യൂസ് ചെയ്യുന്നതാണോ? ഇവിടെ എന്താ പോലെ എന്താ പറയുന്നത്? ക്ലാമ്പഡ് ഫ്രഞ്ചിനെ ബേസ്. ലിവർ ഓക്കെ, ലിവർ ഇവിടെ വെക്കാനുള്ളതിനായിരുന്നു. ഭാഗ്യമുണ്ട് ഗൈസ്. ഈ ഫ്രഞ്ച് വെച്ചിട്ടാണ് തോന്നുന്നത് ഇത് തുറക്കുക. വേണ്ട, ഫ്രഞ്ച് വെച്ചിട്ട് എന്തായാലും ബോൾട്ട് തന്നെ തുറക്കാൻ തോന്നുന്നു. ഓക്കെ, ഇതിൽ കൂടി പോകാനുള്ള വഴിയാണ് തോന്നുന്നു. മേലെ എന്തെങ്കിലും ഉണ്ടോ? മേലെ ഇനി എന്താ ഗൈസ് ഉപകാരം? നെയിൽ പുള്ളർ വെച്ചിട്ട് എന്താ ഉപകാരമാവുമല്ലേ? അത് നോക്കണം. വെയിറ്റ് സെക്കൻഡ് ബ്രോ. ഇതൊക്കെ ഗൈസ് മേലെ എന്തോ ഒരു സംഭവം. അയ്യോ ഗൈസ്, അവൻ ഇപ്പൊ പെടു ഗൈസ്. നമ്മള് അവൻ ക്ലോസ് ചെയ്തൊക്കെ ഗൈസ് വേ. അയ്യോ ഇത് ഇതാക്കില്ല ഗൈസ്. ഇവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടല്ലോ. നമ്മളെന്തെങ്കിലും കുരുത്തക്കേട് കാട്ടിയോ? അയ്യോ ഇത് അടച്ച ഗൈസ്. പണിയാവും. അവൻ ഇപ്പം വരും. നമ്മൾ മേലെന്ന് ഗൈസ് ഒരു സാധനം ഡോർ ഉണ്ടാണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ അതിൻ്റെ ബൾബ് വീണ് ഗൈസ്. ഓരോ ഗുലുമാല ഗൈസ്. ഇവിടെ ഒരു പ്രശ്നമില്ല ചേട്ടാ, പോയിക്കോളൂ. ഇത് പറയാനായിട്ട് ഒരു മണിക്കൂറാ ഗൈസ് നിൽക്കണത്. എന്തിനപ്പം പിന്നെ ഇപ്പം ഇത് വലിച്ചിങ്ങനെ നീട്ടണേ. സെക്കൻഡ് നടത്തി ഗൈസ്. ഗൈസ് ഈ കലണ്ടർ എടുക്കാൻ പറ്റൂ. ഇതെന്താ? എനിക്ക് തോന്നുന്നു ഗൈസ് ഈ സാധനം ഇവിടെ യൂസ് ചെയ്യാനുള്ളതല്ലേ. കാരണം ഇവിടെ പിക്കാക്സ് ഉണ്ടാക്കണ ഒരു സ്റ്റിക്ക് വേണം. സ്ക്രൂ ഡ്രൈവർ അല്ല, നെയിൽ പുള്ളർക്ക് ഉണ്ടാകും. നെയിൽ പുള്ള ചെയ്യാളാണ് ഗൈസ്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ളൂ ഗൈസ്. കണ്ട ഇനി ഇവിടെ ഇത് യൂസ് ചെയ്യണ്ട, അവിടെ ഇരിക്കട്ടെ. രണ്ടാമത്തെ പാർട്ടിന് വിട്ടത്, അല്ലെങ്കിൽ ഇനി അവൻ വന്നു കഴിഞ്ഞാൽ പെടും ഗൈസ്. നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഉപകാരമുണ്ട് ഗൈസ്. നമ്മളവിടെ സ്ക്രൂ അയക്കാനുള്ളത് കണ്ടിരുന്നല്ലോ. ഓപ്പൺ ചെയ്തേക്കാം. ഇനി ഓഫാക്കിട്ടാം. ഇവിടെ ഇതാ കണ്ടിരുന്നില്ലേ? ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. എന്തോ കിട്ടി. പിക്കപ്പ് പാർട്ട്. ഓക്കെ, നമുക്ക് സാധനം കിട്ടി. രണ്ടും വെക്കാമല്ലോ അല്ലേ? 2 സാധനം വെച്ച് ഗൈസ്. എന്താണ് ഇപ്പോൾ കിട്ടുക? നമുക്ക് പിക്കാക്സ് കിട്ടിയല്ലോ. പിക്കാക്സ് കിട്ടി. ഇനി ഇവിടെ കുത്തി പൊളിക്കാറ്റും തോന്നുന്നു. ഇവിടെ എന്തോ ഒരു ലിവർ ഗൈസ്. ലിവർ കിട്ടി. ഓക്കെ, അയ്യോ അവ ഒച്ച കിട്ടി ഗൈസ്. അമ്മേ ഓടിക്കോ ഗൈസ്. ഇത് വല്ലാത്ത സീന് ഗൈസ്. അവന് ഒരു ഒച്ച കേട്ടാൽ തന്നെ വരും. ഇവിടെ എന്തെങ്കിലും ഇല്ലല്ലോ.
ഈ ഗൈസ് ഒളിച്ചിക്കാൻ പറ്റുമോ? 7 സെക്കൻഡാണ് ഗൈസ്. ഇപ്പോൾ വരും അവൻ. അവൻ സാധനത്ത് കൊണ്ടുണ്ടല്ലോ ഗൈസ്. ഇപ്രാവശ്യം നമ്മളോട് ചോദിക്കില്ലേ ഗൈസ്? അതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. അവൻ ഇനി ക്വസ്റ്റ്യൻ തുടങ്ങി. Well, wait a second. ഇവിടെ ഒരു പ്രശ്നമില്ല. Something's wrong here. ഇല്ല മോനെ ഒന്ന് പോയിക്ക. Goddamn ഇതാ imagination. പ്രശ്നം. ഇവനെ ഒക്കെ നല്ല ഇടിയാണ് കൊടുക്കണം ഗൈസ്. ഈ ഗെയിമിൽ ഷോർട്ട് ഗണ്ണൊന്നും ഇല്ല ഗൈസ്. അല്ലെങ്കിൽ കുത്തിയിടായിന്ന് വരെ. ഗ്രാനിയിലാകുമ്പോൾ ഷോർട്ട് ഗണ്ണെങ്കിലും ഉണ്ടാവും ഗൈസ്. ബോൾട്ട് കഴുകാം. ഓക്കെ, ബോൾട്ട് കട്ടർ ഗൈസ്. എനിക്ക് തോന്നുന്നു അവിടെയാണ് കട്ട് ചെയ്യാം. നമ്മൾ ആ ചെയിൻ അടിയിൽ കട്ട് ചെയ്യാൻ വേണ്ടി കണ്ടിരുന്നില്ലേ? കാണുമ്പോൾ നല്ല പണിയുള്ള പോലെ തോന്നും ഗൈസ്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാമല്ലോ. അത്ര സിമ്പിളാണ്. കണ്ടോ ഗൈസ്? പ്ലാൻ കിട്ടി. പിന്നെ പേടി കണ്ടല്ലോ ഗൈസ്. ഇതിനുള്ളിലൊന്നുമില്ല. എനിക്ക് പ്ലാൻ കിട്ടി. എന്താ പ്ലാൻ വെച്ചിട്ട് എന്താ ഉപകാരം ഗൈസ്? ഇനി നമ്മളെന്താ ചെയ്യേണ്ടത് ഗൈസ്? പ്ലാൻ കിട്ടി. ഈ ലിവർക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ കണ്ടിരുന്നു. ഇതവിടെ. ഇപ്പം എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഗൈസ് ഇത് ലിഫ്റ്റ് ചെയ്യണം. ഓക്കെ, ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം നമ്മൾ അയ്യോ ഗൈസ് ഇത് തോന്നി ഇവൻ്റെ പേരാ തോന്നുന്നു ഗൈസ്. മാക്സ്. ഇവനെ കൊന്നു പാവം ചെക്കൻ. അവൻ എസ്കേപ്പ് ചെയ്യാൻ നോക്കി. അതിൻ്റെ മുന്നേ അവനെ തീർത്തു ഗൈസ്. ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് ഗൈസ്? എനിക്ക് തോന്നി ഇവിടെ എലിവേറ്റർ ഓപ്പൺ ചെയ്യാണ്ട്. പക്ഷെ അതിൻ്റെ മുന്നേ ഈ ഒച്ച ഇട്ടാൻ വരില്ലേ? ഇവിടെ ഒരു ഇത് കാണാല്ലേ, ബെല്ല്. ഗൈസ് ഇത് ബെല്ലാട്ടോ. ഈ ബെല്ല് നമ്മൾ അഥവാ ഇനി എലിവേറ്റർ ഓൺ ആക്കുകയാണെങ്കിൽ അടിക്കുന്നതാണ് എൻ്റെ മനസ്സിൽ ഒരു ടിസ്റ്റ് ഉണ്ടാവും. കാരണം ഇവിടെ ബെല്ലെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും എന്തെങ്കിലും വെച്ചിട്ട്. ഇത് വെച്ചിട്ടോ പ്ലാങ്ക് വെച്ച് ബ്ലോക്ക് ചെയ്യുക ഗൈസ്. അത് നല്ലൊരു തീരുമാനമാണ്. നമുക്കിനി എന്തായാലും അല്ല ഇതല്ലല്ലോ. ഓക്കെ, പവർ വന്ന് ഗൈസ്. മീറ്റർ ആക്കിയപ്പോൾ പവർ വന്ന് ഗൈസ്. വാവ്, നല്ലൊരു തീരുമാനം. ഇനി അനബിളിയാ ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പം വൻ വിഷയം ഗൈസ്. വൻ വിഷയമാണ്. ഞാൻ പറഞ്ഞോ ഇല്ലേ ഗൈസ്? ലിഫ്റ്റ് അപ്പ് ചെയ്യുന്നുണ്ട് ഗൈസ്. കമോൺ. അവൻ വരുന്നതിന് മുന്നേ ഗൈസ് ലിഫ്റ്റ് ചെയ്യട്ടെ. ഇതെന്ത് സ്ലോ മോഷനാണ് നോക്കിയ ഗൈസ്. അതെനിക്ക് പറയാള്. കമോൺ ഹറിയാ ഗൈസ്. അവൻ വരെ എത്തി. കണ്ടാ ഗൈസ്? ഇക്ക മനസ്സിലായി. അവന് ആ ബെല്ലടിക്കും പെട്ടെന്ന് മനസ്സിലായി ഗൈസ് ബെല്ലടിക്കുന്നുള്ളത്. ഗൈസ് വേഗം തുറക്ക്. ടാറ്റാ ഗൈസ്. അങ്ങനെ വന്ന് ഗൈസ്. ഐ ആം ഇൻ ലിഫ്റ്റ് ബ്രോ. കമോൺ ക്യാച്ച് മീ ഗൈസ്. സിമ്പിളാ ഗൈസ് ഈ ഗെയിം. ആയിക്കോട്ടെ, കേട്ട് ഞാൻ കേട്ട്. ഇനി പോയി പണി നോക്ക്. അവൻ തോറ്റ്. ഗൈസ് ഓക്കെ, എസ്കേപ്പിലേക്ക് എത്തി ഗൈസ്. ഗൈസ് എന്തൊരു പെണ്ണിൻ്റെ ശബ്ദം കേൾക്കണേ ഗൈസ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. നമുക്ക് എന്തായാലും പോവാം. അങ്ങനെ ഗൈസ് അത് എസ്കേപ്പ് ആക്കിയിട്ടുണ്ട്. ഗൈസ് പറഞ്ഞ പോലെ ഒന്നല്ല, അത്ര പണിയൊന്നും ഇല്ല. ഞാൻ സിമ്പിളാണ് ഗൈസ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാനൊരു ഇതിൽ യൂട്യൂബ് ചാനലിൽ നോക്കിയിട്ട് ഒരു ചാനലിൽ അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ നോക്കിയിട്ട് കളിച്ച് ഇതാക്കിയതാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞു പ്രാക്ടീസ് കളിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിന്. ഹാമർ എടുത്താൽ പൊട്ടിക്കുക എന്നുള്ളതൊക്കെ മനസ്സിലായിന്. പിന്നെ ലോക്ക് പിക്ക് എവിടെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം. ഇത്ര അറിയണ്ടായിട്ടുള്ളൂ. ഞാൻ ശരിക്ക് അത് ഞാൻ നോക്കിയിട്ടില്ല. സത്യത്തിൽ ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ എന്താ പറയുള്ളത് വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യ്. അപ്പോൾ അടുത്ത
അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ഇനിയുണ്ട് നമുക്ക് ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കണ്ട ഗൈസ്. എമിലിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അതുവരെ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പുതിയ ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ ഗൈസ്. ടേക്ക് കെയർ.